പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തെ ഓർത്ത് ഞാൻ കർത്താവിന് മാനവും മഹത്വവും പുകഴ്ചയും അർപ്പിക്കുന്നു. ഈ നല്ല സമയം എൻ്റെ പ്രിയപ്പെട്ടവരെ അഭിസംബോധനയും കർത്താവ് ഒരുക്കി എല്ലാ നല്ല അവസരങ്ങളെ ഓർത്ത് കർത്താവിന് സ്തോത്രം കരയേറ്റുന്നു. അതേ പ്രിയപ്പെട്ടവരെ, സ്വസ്ഥത വെളിപ്പെടുക, സ്വസ്ഥത ആഗ്രഹിക്കുക എന്നൊക്കെ പറയുന്നത് വളരെ സന്തോഷമർഹിക്കുന്നൊരു വിഷയമാണ്. ആരാണ് ജീവിതത്തിൽ ഒരു സ്വസ്ഥതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്തത്? ഒരു സ്വസ്ഥത എൻ്റെ ജീവിതത്തിൽ, ഒരു സമാധാനം എൻ്റെ ജീവിതത്തിൽ നൽകിത്തരണമെന്ന് പ്രാർത്ഥിക്കുന്നവരാണ് ഒട്ടനവധി പേരും. വളരെ ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ ഈ സന്ദേശം നിങ്ങൾ ശ്രവിക്കുക. ന്യായാധിപന്മാരുടെ പുസ്തകം 8-ാം അധ്യായം അതിൻ്റെ 28-ാമത്തെ വേദഭാഗം ഇങ്ങനെയാണ് വായിക്കുന്നത്: എന്നാൽ മിദ്യാൻ തലപൊക്കാതെ വണ്ണം ഇസ്രായേൽ മക്കൾക്ക് കീഴടങ്ങിപ്പോയി. ഗിദെയോൻ്റെ കാലത്ത് ദേശത്തിന് 40 സംവത്സരം സ്വസ്ഥതയുണ്ടായി. വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു തിരുവചന ഭാഗമാണ്. അസ്വസ്ഥപ്പെടുത്തിയ ചില മേഖലകളെ നോക്കി പ്രാരംഭ സെക്കൻഡുകളിൽ ആത്മാർത്ഥതയോടെ കൈമാറുന്നു. അതിനെ നീക്കിക്കളഞ്ഞിട്ട്, അതിനെ നിർവീര്യമാക്കി കളഞ്ഞിട്ട് സ്വസ്ഥത നൽകിത്തരാൻ കരുത്തുള്ളൊരു ദൈവത്തിൻ്റെ കരം ചലിക്കുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരൊരു പ്രവചന ദൂതായി ഞാൻ കൈമാറുകയാണ്. ഏതൊക്കെ വിഷയങ്ങളിൽ അസ്വസ്ഥപ്പെടുന്നുണ്ടോ, തലമുറയെ നോക്കി, കുടുംബത്തെ നോക്കി, നാളുകളെ നോക്കി, എന്തു ചെയ്യുമെന്ന ആകുലതയ്ക്കകത്ത് സ്വസ്ഥത നഷ്ടപ്പെടുത്തി ഉറങ്ങാൻ പോലും കഴിയാതെ ഉറക്കത്തെ പോലും എടുത്തു കളഞ്ഞ് അസ്വസ്ഥപ്പെടുത്തിയ ചില വിഷയത്തെ ഇന്ന് ഈ സമയത്ത് പരിശുദ്ധാത്മാവ് കൈമാറുന്നു. അതിനെ നീക്കം ചെയ്തിട്ട് സ്വസ്ഥത നൽകി തരുന്നൊരു ദൈവത്തിൻ്റെ കരം ചലിക്കുന്നുണ്ട്. വിശ്വാസത്തോടെ ആമേൻ പറഞ്ഞു തുടങ്ങുക. കർത്താവിൻ്റെ മഹത്വം കരയേറ്റുന്നു. അതേ, ഇവിടെ വായിക്കുന്നത് മിദ്യാൻ തലപൊക്കാതെ വണ്ണം ഇസ്രായേൽ മക്കൾക്ക് കീഴടങ്ങി. അപ്പോൾ അങ്ങനെ വായിക്കുമ്പോൾ അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, മിദ്യാൻ തലപൊക്കി ഇസ്രായേൽ മക്കളെ അടിമത്തത്തിൽ ഒതുക്കിയിരുന്നൊരു സമയമുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു പദം പറഞ്ഞ് ഞാൻ മുൻപോട്ട് പോകാം. ആമേൻ. അടിമത്തത്തിൽ ഒതുക്കി, ഒന്നും ആകാതെ വണ്ണം, എങ്ങും എത്താതെ വണ്ണം ഒതുക്കി നിന്ന ചില മിഥ്യാന്യ ശക്തികളെ തലപൊക്കാതെ നിർവീര്യമാക്കി മാറ്റിയിട്ട് ദൈവിക സ്വസ്ഥത കൽപ്പിച്ചാക്കുന്നൊരു ദൈവമുണ്ട്. ദൈവത്തിന് സ്തോത്രം. 6-ാം അധ്യായം പരിശോധിക്കുമ്പോഴാണ് നമുക്ക് ആ വേദഭാഗത്തെക്കുറിച്ച് കാണാൻ കഴിയുന്നത്. 6-ാം അധ്യായം 1, 2, 3 വേദഭാഗങ്ങൾ പഠിക്കുമ്പോൾ ഒന്നാമത്തെ ഭാഗം ഇങ്ങനെയാണ്: മിദ്യാൻ്റെ കയ്യിൽ 7 സംവത്സരം ഇസ്രായേൽ മക്കളെ ഏൽപ്പിച്ചു. കർത്താവിന് സ്തോത്രം. ഏൽപ്പിച്ചു കൊടുത്തു. മിദ്യാൻ്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ അവർ വല്ലാതെ ഞെരുങ്ങുവാൻ തുടങ്ങി. അതിൻ്റെ അർത്ഥം ഏൽപ്പിച്ചു കൊടുത്തതാണ് തിരിച്ചു പിടിക്കുന്നൊരു സമയം വെളിപ്പെടുന്നു. എന്നും മിദ്യാൻ്റെ കയ്യിലിരുന്ന് ഞെരുങ്ങാനുമല്ല, എന്നും മിദ്യാൻ്റെ കയ്യിൽ ഒതുങ്ങിപ്പോകുവാനുമല്ല, എന്നും മിദ്യാൻ അങ്ങയുടെ മുകളിൽ അല്ലെങ്കിൽ അങ്ങയുടെ കുടുംബത്തിൽ ആധിക്യം പ്രാപിച്ച് എന്നും ആധിപത്യം സൃഷ്ടിച്ച് ഒതുക്കി നിർത്താനുമല്ല, അവിടെ നിന്ന് തിരിച്ചു പിടിക്കുന്നൊരു സമയമുണ്ടെന്ന്, അത് ഈ സമയങ്ങളിൽ വെളിപ്പെടുമെന്ന് പറഞ്ഞാൽ ആമേൻ പറഞ്ഞ് ഈ ദൈവിക ദൂതിനെ സ്വീകരിക്കുന്നവരെ ഓർത്ത് ഞാൻ കർത്താവിന് മഹത്വം കൊടുക്കുന്നു. അടുത്ത വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്: അങ്ങനെ ഏൽപ്പിച്ചു കൊടുത്തവരുടെ മേൽ മിദ്യാൻ ഇസ്രായേൽ മക്കളുടെ മേൽ ആധിക്യം പ്രാപിച്ചു. അതേ പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനയുണ്ട്, ഉപവാസമുണ്ട്, അറിയാവുന്നവരോടൊക്കെ പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ നമ്മുടെ മുകളിൽ വെച്ചിരിക്കുന്ന മിദ്യാനിയ ശക്തികൾ ആധിക്യം പ്രാപിച്ചു വരികയാണ്. അടുത്ത പദം ഇങ്ങനെ വായിക്കുന്നു: ആമേൻ സ്തോത്രം. ഇസ്രായേൽ മക്കൾ മിസ്രൈമിയുടെ നിമിത്തം പർവ്വതങ്ങളിലും ഗഹ്വരങ്ങളിലും ഗുഹകളിലും ദുർഗങ്ങളിലും ശരണമാക്കി എന്ന് പറഞ്ഞാൽ രാത്രിയിൽ ഉറങ്ങുന്നത് പോലും വളരെ അസ്വസ്ഥപ്പെട്ട്, ഒറ്റ പദം കൂടെ പറഞ്ഞാൽ സ്വസ്ഥമായിട്ടൊന്ന് ഉറങ്ങുവാൻ പോലും കഴിയാതെ ഉറക്കത്തെ കെടുത്തി അസ്വസ്ഥപ്പെടുത്തിയ ചില മിഥ്യാന്യ ശക്തികളെ നോക്കി പരിശുദ്ധാത്മാവ് ഈ മിനിറ്റുകളിൽ, ഈ മണിക്കൂറുകളിൽ ആമേൻ ദൂതായി കൈമാറുകയാണ്. അതിനെ വഴി മാറ്റിയിട്ട് നമ്മെ തിരിച്ചു പിടിക്കുന്ന ഒരു ദൈവശക്തി വ്യാപരിക്കുന്നുണ്ട്. കർത്താവിന് സ്തോത്രം. അടുത്ത പദം ശ്രദ്ധിക്കണമേ. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. 3-ാമത്തെ വാക്യം ഇങ്ങനെയാണ് പറഞ്ഞത്: ഇസ്രായേൽ വിതച്ചിരിക്കുമ്പോൾ മിദ്യാന്യരും അമാലേക്യരും കിഴക്കദേശക്കാരും അവരുടെ നേരെ വരും.
ദൈവത്തിന് ഇഷ്ടം. അപ്പോൾ ഇവരുടെ സ്വസ്ഥതയെ നാളുകൾ കൊണ്ട് കെടുത്തി, സ്വസ്ഥതയെ അസ്വസ്ഥപ്പെടുത്തി കളഞ്ഞു. ഇനിയും ഒരു സ്വസ്ഥത ജീവിതത്തിൽ ഉണ്ടാകത്തില്ല. തലമുറയുമായി വിഷയത്തിൽ വലിയ സ്വപ്നങ്ങൾ കണ്ട് അവരുടെ ഒരു നല്ല ഭാവി കണ്ട് വലിയ ക്രമീകരണങ്ങളൊക്കെ ചെയ്തു. എന്നാൽ ഏതോ സാഹചര്യത്തിൽ ആ സ്വസ്ഥതയെ നഷ്ടപ്പെടുത്തി മിഥ്യാന്യ ശക്തികൾ ആധിക്യം പ്രാപിച്ച് കുടുംബങ്ങൾക്കൊക്കെ തലയടിച്ചുയരുന്നത് പോലെ കയറി വന്ന ആ പ്രശ്നത്തിൻ്റെ ധ്വനികളുണ്ടല്ലോ, ഇന്ന് പകൽ കർത്താവ് അതിനെ നോക്കി പറയുക, ആത്മാവിൽ അതിനെ മാറ്റിവിട്ടിട്ട് വഴി മാറ്റിയിട്ട് സ്വസ്ഥത കൽപ്പിച്ചാക്കുന്ന ദൈവത്തിൻ്റെ കരം ചലിക്കുമെന്ന് ഇവിടെ പറയുകയാണ്. ഇസ്രായേലാണ് വിതയ്ക്കുന്നത് സ്വപ്നം കണ്ടുകൊണ്ടാണ്, വിതയ്ക്കുന്നത് കണക്ക് കൂട്ടിയാണ്. എന്നാൽ വിതയ്ക്കുന്നത് ഇസ്രായേലാണെങ്കിലും കൊയ്തെടുക്കുവാൻ മിഥ്യാന്യ ശക്തികൾ വരുമെന്നേ. മിഥ്യാന്യർ കൂട്ടം കൂടി ആലോചിച്ച് അവരുടെ നേരെ വന്ന് അവർ വിതച്ചതിനെ മുഴുവനും കൊയ്തുകൊണ്ടു പോകുന്ന ഒരു അനുഭവം അവരെ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ട് നിൽക്കുകയാണ്. കർത്താവിന് മഹത്വം. അവരെ സ്വസ്ഥത നഷ്ടപ്പെടുത്തി കളയുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ സ്വസ്ഥതയെ എന്താണ് നഷ്ടപ്പെടുത്തി കളഞ്ഞത്? ഏതു വിഷയത്തിലാണ് അസ്വസ്ഥനായിരിക്കുന്നത്? ആരും നിങ്ങൾക്കില്ല. ഇത് ചോദിക്കാനും പറയാനും ആരുമില്ലേ? ഇതിനു വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ഒരു ഗുണവുമില്ലേ? ഇനിയും ഇതിനു വേണ്ടി പ്രാർത്ഥിക്കണോ? സ്വസ്ഥത നഷ്ടപ്പെട്ടു, ആത്മഹത്യ വഴിയുള്ളൂ, ഇനി മുൻപോട്ട് പോകാൻ ഒരു വഴിയുമില്ല, ആരുടെ മുൻപിലും ഇനി കൈനീട്ടാൻ പറ്റത്തില്ല, അതുപോലെ അസ്വസ്ഥമായിരിക്കുന്നു എന്നൊക്കെ നാം നമ്മോട് തന്നെ പറഞ്ഞ ചില വേടുകളെ സ്വർഗത്തിലെ ദൈവം കണ്ടിട്ട് ഇന്നു പകൽ പറയുന്നു, സ്വസ്ഥത വെളിപ്പെടുത്താൻ ദൈവം ആഗ്രഹിക്കുകയാണ്. അതിനോട് പ്രതികരിക്കുന്ന ദൈവമക്കൾ, എൻ്റെ മാന്യ ശ്രോതാക്കൾ, കർത്താവിന് മഹത്വം കൊടുക്കുക. അധ്വാന ബലത്തെ ഇല്ലാതാക്കി കളഞ്ഞ ശത്രു അപഹരിച്ചുകൊണ്ട് പോയി തലമുറയുടെ ഭാവിക്കെതിരെ നിന്ന്, നന്മയ്ക്കെതിരെ നിന്ന്, അവരുടെ കുടുംബ ജീവിതത്തിനെതിരെ നിന്ന് വെല്ലുവിളിച്ച് മിഥ്യാന്യ ശക്തികളുണ്ട്. അതിനെ താറുമാറാക്കി കളഞ്ഞ് ഒരു സ്റ്റെപ്പ് പോലും മുൻപോട്ട് വെക്കാൻ കഴിയാതെ, സ്വപ്നം കണ്ടൊരു ലൈഫ് കിട്ടാതെ, സ്വപ്നം കണ്ടതുപോലെ ഒരു ജീവിത തുടർച്ച കിട്ടാതെ, ശരീരമാസകല രോഗിയാക്കി, രോഗത്തിന് അടിമയാക്കി ചില മിഥ്യാന്യ ശക്തികൾ ആധിക്യം പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, അതിനെ നോക്കി ഇന്ന് പകൽ ഒന്ന് കൈമാറുന്നു. നിങ്ങൾ അതിനെ ഭയപ്പെടേണ്ടതില്ല. അവിടെ നിന്ന് തിരിച്ചു പിടിക്കുന്ന, സ്വസ്ഥത നൽകി തന്ന് ദൈവിക കരുതൽ നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ടെന്ന് ആത്മാവിൽ ഞാൻ പ്രവചന ശബ്ദമായി കൈമാറുന്നു. കർത്താവിൻ്റെ മഹത്വം. അവിടെ വായിക്കുന്നത്, അവർ വിതച്ചിരുന്നത് കൊയ്യുന്നത് ആധിക്യം പ്രാപിച്ചിരിക്കുന്ന മിഥ്യാന്യ ശക്തികളാ. 6-ാം അധ്യായത്തിനകത്ത് 3-ാം വാക്യത്തിൽ അവരുടെ നേരെ വന്ന മിഥ്യാന്യ ശക്തികളുടെ ഒരു റിസൾട്ട് എന്ന വണ്ണം 6:28 കാണുന്നു. എന്നാൽ മിഥ്യാൻ തലപൊക്കാതെ വണ്ണം ഇസ്രായേൽ മക്കൾക്ക് കീഴടങ്ങിപ്പോയി. അതേ പ്രിയപ്പെട്ടവരെ, വിശ്വാസത്തോടെ ആമേൻ പറഞ്ഞു തുടങ്ങിക്കോ. ഇന്നലകളിൽ അങ്ങയുടെ മുകളിൽ ആധിക്യം പ്രാപിച്ച്, അങ്ങയുടെ കുടുംബത്തിൽ ആധിക്യം പ്രാപിച്ച് ഇനിയും ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞ് മിഥ്യാന്യ ശക്തികൾ പടപൊരുതി വന്ന ചില വിഷയങ്ങളെ പരിശുദ്ധാത്മാവ് കൈമാറുന്നു. അവർ തലപൊക്കാതെ വണ്ണം ആ മേഖലകൾ, ആ രോഗം, ആ കടക്കണി, ആ ബുദ്ധിമുട്ടിച്ച് അസ്വസ്ഥപ്പെടുത്തിയ വിഷയങ്ങൾ ഇനിയും തലപൊക്കാതെ വണ്ണം കീഴടങ്ങുന്ന ഒരു ആത്മതലം, ആത്മശക്തി നിങ്ങളുടെ മേൽ ചലിക്കുന്നു. അതേ മാതാവേ, അതേ പിതാവേ, അങ്ങയുടെ കുടുംബത്തിനകത്ത് ഈ റൈറ്റ് ടൈമിൽ അത് ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവവചനത്തെ സ്വീകരിക്കുമ്പോൾ തന്നെ, ആമീൻ പറഞ്ഞു സ്വീകരിക്കുമ്പോൾ തന്നെ, ഇന്നലകളിൽ അങ്ങേ കീഴടക്കുമെന്ന് വെല്ലുവിളിച്ച, ഇന്നലകളിൽ അങ്ങയ്ക്കും മേൽ ആധിക്യം പ്രാപിച്ച പൈശാചിക മണ്ഡലങ്ങളെ വഴിമാറ്റിയിട്ട് ദൈവിക സ്വസ്ഥത പരിശുദ്ധാത്മാവ് കൽപ്പിച്ചാക്കുന്നു. അടുത്ത പദം പറയുന്നത് 29 ഇങ്ങനെയാണ് പറയുന്നത്, യോവാശിൻ്റെ മകനായ യെരുബ്ബാൽ തൻ്റെ വീട്ടിൽ ചെന്ന് സുഖമായി പാർത്തു. നാളിതുവരെ ഉറക്കം കെടുത്തി കളഞ്ഞില്ലേ? നാളിതുവരെ ഓരോറക്കം വരാതെ സ്വസ്ഥത കെടുത്തി, ആ രാത്രി പകലാക്കി മാറ്റി, കൺകലങ്ങി കരഞ്ഞ ചില സ്വസ്ഥത നഷ്ടപ്പെടുത്തിയ ചില വിഷയങ്ങൾ നോക്കി പരിശുദ്ധാത്മാവ് പറയുന്നു, നിങ്ങളെ അസ്വസ്ഥപ്പെടുത്തിയ ആ ശക്തിയെ കീഴടക്കി ദൈവിക സ്വസ്ഥത നിങ്ങളുടെ കുടുംബത്തിൽ വെളിപ്പെടും. നിങ്ങൾ ഈ വചനത്തെ റിസീവ് ചെയ്യുക. നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന തലമുറയുടെ മേലാണോ, തലമുറയുടെ ഭാവിയുടെ മേലാണോ, തലമുറയുടെ നന്മയുടെ
അവസ്ഥയുടെ മേലാണോ, സ്തോത്രം, ഒറ്റപ്പെട്ടു പോയ വിഷയങ്ങൾക്കകത്താണോ, ആരോട് ഷെയർ ചെയ്യാൻ പറ്റാതെ ഒറ്റപ്പെട്ട് തകർന്ന് തരിപ്പണമായി പോയെന്ന് വെല്ലുവിളിച്ച വിഷയത്തിലാണോ നിങ്ങൾ അസ്വസ്ഥപ്പെട്ടിരിക്കുന്നത്? ആ വിഷയത്തെ നോക്കി പരിശുദ്ധാത്മ പറയുക, സുഖമായി പാർക്കുന്ന നിലവാരത്തിൽ, സ്വസ്ഥതയുണ്ടാകുന്ന നിലവാരത്തിൽ ദൈവശക്തി വ്യാപരിക്കും. ആമേൻ പറഞ്ഞ് ദൈവവചനത്തോട് പ്രതികരിച്ച് വിശ്വാസത്തോടെ ദൈവാശ്രയ ബോധ്യത്തോടെ ആമേൻ നമുക്ക് മുൻപോട്ട് പോകാൻ പരിശുദ്ധാത്മ കൃപ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.